നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവിടെ വച്ചേക്ക്. മേഘനാഥ, നീ ഇങ്ങനെ തുറച്ചു നോക്കണ്ട. ഞാൻ നിന്റെ അമ്മ തന്നെയാ. കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ ഭാര്യ, കോട്ടയ്ക്കൽ ഭവാനി. അറിയാം. പുതിയ പരിചയപ്പെടുത്തലൊന്നും വേണ്ട. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് അത് പറഞ്ഞാൽ മതി. എനിക്ക് വേണ്ടത് നിന്റെ ആരോഗ്യമോ, ശരീരത്തിനും മനസ്സിനും. പലപ്പോഴും നീ ആഹാരം പോലും കഴിക്കുന്നില്ല. ഇപ്പതാ ഞാൻ കുറച്ച് പാൽപ്പായസം കൊണ്ടുവന്നിട്ടുണ്ട്, നീ അത് കഴിക്കണം. പാൽപ്പായസം? അതെന്തിന്? അതിലെന്താ ഇത്ര വിശേഷം? വിശേഷമോ? നല്ല കഥയായി. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാ. നമ്മൾ ഒരുമിച്ച് വേണം ഇന്ന് അമ്പലത്തിൽ പോവാൻ. എന്തിന്? അമ്പലത്തിൽ പോയിട്ട്? അമ്പലത്തിൽ പോയില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റും എൻ്റെ ഉണ്ണിക്കണ്ണനെ. നെറ്റ് വീണപ്പോൾ തന്നെ അവനെ നാട് കടത്തുകയായിരുന്നു. ഭഗവാൻ കൃഷ്ണനെ അവൻ്റെ അച്ഛനാണ് നാട് കടത്തിയതെങ്കിൽ എൻ്റെ ഉണ്ണിക്കണ്ണനോട് അത് ചെയ്തത് അവൻ്റെ ഇളയമ്മമാരാ. രണ്ടിലും ഉണ്ണിക്കണ്ണന്മാർ അച്ഛനെ പിരിഞ്ഞു പോയി. എൻ്റെ കണ്ണൻ എവിടെയോ അനാഥനായി വളരുകയാണിപ്പോ. അവനെ കണ്ടെത്തിക്കഴിഞ്ഞാലേ ഞാൻ ഇനി മധുരം കഴിക്കൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീ ഇത് തന്നെയാ പറയുന്നേ. അവനെ കണ്ടുപിടിക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, എന്നിട്ടും ആളിനെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ അത് നടന്നു കിട്ടുന്ന കാര്യം എളുപ്പമല്ലാന്ന് സാരം. നടക്കും അമ്മേ, നടക്കും. നടക്കണോ? അത് നടത്തിയെടുക്കും ഞാൻ. ഏതായാലും അമ്മയൊന്ന് തീർച്ചപ്പെടുത്തിക്കോ. എന്റെ ഉണ്ണിക്കണ്ണൻ, എന്റെ കാശിനാഥനെ കണ്ടുകിട്ടുന്ന ആ നിമിഷം ഞാൻ വീണ്ടും ഒരു സംഹാര താണ്ഡവമാടും. ഈ കാലമത്രയും എന്റെ ചോരയെ എന്നിൽ നിന്ന് കവർന്നൊളിപ്പിച്ച ആ നശിച്ച പെൺകുട്ടികളെ ഒന്നോടെ അവസാനിപ്പിക്കും ഞാൻ. എന്നിട്ട് വേണം എനിക്ക് പുതിയൊരു മേഘനാഥനായി ഈ തൃപ്പങ്ങോട്ട് ദേശം വാണരുളാൻ. ആഗ്രഹവും ആവേശവും നന്ന്, പക്ഷേ കാലം കുറേ ആയില്ലേ. ഇനി നീ എവിടെ ചെന്ന് അവരെ കണ്ടെത്തുന്നേ? നിന്റെ കൺമുന്നിൽ അവർ വന്നു നിന്നാ പോലും നീ തിരിച്ചറിയൂ? അതാ എനിക്ക് മനസ്സിലാവാത്തേ. നടക്കുമ്പോഴേ അമ്മ മനസ്സിലാക്കൂ. വർഷം എത്ര കഴിഞ്ഞാലും, ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും, എന്തൊക്കെ രൂപമാറ്റം സംഭവിച്ചാലും, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ അവരെ കണ്ടെത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.